എൻ്റെ പേര് അനുജ. ഞാനിപ്പോൾ ഇവിടെ വൈറ്റിലയിലാണ് താമസിക്കുന്നത്. ഞാൻ ശരിക്കും കണ്ണൂരാണ് എൻ്റെ വീട് വരുന്നത്. മമ്മി ഇവിടെ ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. പ്ലസ് വൺ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെയാണ്. ഇപ്പോൾ ഒരു 5 years ആയിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ +2 ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നീറ്റ് 2 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ആൻസർ പേപ്പർ ലീക്കായതിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഡിപ്ലോമയുടെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒരു 1 year ആയിട്ടാണ് തോന്നുന്നു ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ഫ്രണ്ട് ഓഫീസായിട്ട്. പിന്നെ ഞാൻ കറൻ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുവാണ്. വേറെ ഇത് BA സൈക്കോളജിയുടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ BA സൈക്കോളജി എടുക്കാനുള്ള കാരണം വെച്ചാൽ എൻ്റെ ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് ഡോക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവരുടെ പഠിത്തവും ആ ഒരു രീതിയും കണ്ടപ്പോൾ എനിക്കും അതുപോലെ പഠിക്കണം എന്നുള്ളത് തോന്നി. എനിക്കതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്, BA സൈക്കോളജിയുടെ എടുത്തത്. പിന്നെ ലേണേഴ്സിൽ വന്നതിൻ്റെ എന്ന് പറയുമ്പം 1 വർഷമായി. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ക്ലാസ് ആദ്യമേ കാണുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇപ്പം ഇത് 10 മിനിറ്റ് 8 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരിക്കലും മടുക്കത്തില്ല, പിന്നെയും കാണാനേ തോന്നത്തുള്ളൂ. ഒരു വീഡിയോ ഒക്കെ 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വീഡിയോസ് വേണം കാണാം, മടുപ്പ് തോന്നത്തില്ല. അത് ഞാനിവിടെ എനിക്കൊന്ന് സ്റ്റാർട്ടിങ് വന്നപ്പോഴും ഇവിടുത്തെ മെൻറ്ററിനോട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഉള്ള കോഴ്സ് എടുക്കുമ്പോഴൊക്കെ അവിടെ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ഒറ്റയടിക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ മടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരുന്നു, നോട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. 1 വർഷം എനിക്ക് നല്ല ബെറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കരിയറിൻ്റെ ഞാൻ നോക്കുന്നത് BA നോക്കി കഴിഞ്ഞിട്ട് MAയും കൂടി ചെയ്യാനാണ്. MA ചെയ്തിട്ട് സൈക്കോളജിസ്റ്റ്, അതായത് കൗൺസിലിങ്ങിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ ഇതായിട്ടൊക്കെ കയറാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് നോക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് BA സൈക്കോളജി ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്.